വലിയ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് പാലായിൽ ലഭിക്കുന്നത്. ആത്മവിശ്വാസം ഇരട്ടിയാവുകയാണല്ലേ? തീർച്ചയായിട്ടും എനിക്ക് പാലായിലെ ജനങ്ങളെയും എന്റെ പാർട്ടിയും എന്റെ മുന്നണിയും എനിക്ക് വലിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഒരു ഭംഗവും ഇന്നുവരെ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. കാരണം ജനം മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിന് കാരണമാകാൻ നമുക്ക് കഴിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ 25,000 വോട്ടിൽ കൂടുതലുള്ളൊരു ഭൂരിപക്ഷത്തിൽ പാലായിൽ ജയിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. NDA സീറ്റ് ഉറപ്പിക്കുന്നത് NDAയുടെ ശക്തി തന്നെ തെളിയിക്കുന്നതാണ്. BJPയുടെയും NDAയുടെ ശക്തി തെളിയിക്കുന്നതായി മാറുകയാണ് ഈ ബഹുജന റാലി. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ജനം പാലായുടെ മണ്ണിൽ ഇവിടെ മറ്റ് ആരുമില്ല. ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയ ജനക്കൂട്ടം, ഇത് ജനങ്ങളുടെ ആവേശമാണ്, ഇത് പാർട്ടി പ്രവർത്തകരുടെ ആവേശമാണ്. മാത്രമല്ല ജയിക്കുമെന്നുള്ള വിശ്വാസമാണ്. ഉറപ്പിക്കുകയാണ്. വലിയ അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ഉള്ളത്. പാലായിൽ ഇത്തവണ വിജയം ഉറപ്പാണ്. പാലായിൽ മാറ്റം ഉണ്ടാകും. വികസനത്തിന് വേണ്ടി വികസന അപര്യാപ്തതകൾ കാലങ്ങളായി നിൽക്കുന്ന പാലാ മണ്ഡലത്തിൽ വികസനം ഉറപ്പാക്കാൻ ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥിയായി താൻ വിജയിക്കുമെന്നുള്ള ആ ശുഭപ്രതീക്ഷ തന്നെയാണ് വ്യക്തമാക്കുന്നത്. മനുഷ്യക്കടലായി മാറുകയാണ് പാലാ എന്ന് തന്നെ പറയാം. NDAയുടെ സഖ്യകക്ഷികളുടെ, BJPയുടെയും സഖ്യകക്ഷികളുടെയും എല്ലാം കൊടിതോരണങ്ങൾ, വാദ്യമേളങ്ങൾ, മുദ്രാവാക്യം വിലയോജ്വലമായി തന്നെ പാലാ കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് ആ സ്വീകരണം, ബഹുജന റാലി എത്തുകയാണ്. സാധാരണക്കാരായ നിരവധി ആളുകളുടെ വലിയ പങ്കാളിത്തം ഈ ഒരു ബഹുജന റാലിക്ക് ലഭിക്കുന്നു. അത് പാർട്ടി പ്രവർത്തകർക്കപ്പുറത്തേക്ക് ഈ പാലായിൽ കൊട്ടാരമറ്റം ജംഗ്ഷൻ മുതൽ ഇങ്ങ് വരെ പാലാ കുരിശുപള്ളി വരെയുള്ള ഭാഗങ്ങളിൽ സാധാരണക്കാരായ നിരവധി ആളുകൾ, നിരവധി ജനങ്ങൾ ഈ ബഹുജന റാലിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി, NDAയുടെ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി അണിനിരക്കുന്ന കാഴ്ച പാലാ നഗരത്തിൽ കാണാൻ കഴിയുന്നു. അതെല്ലാം പാലായുടെ രാഷ്ട്രീയ കാലാവസ്ഥ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റമുണ്ടാകുന്നു എന്നതിന്റെ സൂചനയായി മാറുകയാണ്. പാലായിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറി മറിയുന്നു എന്നതിന്റെ സൂചനയായി മാറുകയാണ്. നേതാവായ ഷോൺ ജോർജ് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ആവേശമാണ്, അത്രയേറെ ജനപങ്കാളിത്തമാണ്. പാർട്ടി പ്രവർത്തകർക്കപ്പുറം സാധാരണ ജനങ്ങളാണ് ഷോൺ ജോർജിന്റെ ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. മിഥുനാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് മഞ്ചേശ്വരം വരെ പോകാം. അവിടെ ശിവദാസ് ഉണ്ട്. ശിവദാസ്, മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ റോഡ് ഷോ പറയേണ്ടതില്ല. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം ആവേശമാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്? ഒപ്പം മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന് എന്താകും വോട്ടായി മാറുക? തീർച്ചയായും മഞ്ചേശ്വരം വലിയ ആവേശത്തിൽ തന്നെയാണ് അശ്വതി. ഇപ്പോൾ K സുരേന്ദ്രന്റെ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ് ജനങ്ങളെല്ലാം തന്നെ, വോട്ടർമാരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. കാരണം K സുരേന്ദ്രനെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പ്രചാരണത്തിലും ഈ റോഡ് ഷോയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. താഴെ തട്ടിലടക്കം കൃത്യമായി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഗൃഹസമ്പർക്കം അടക്കമുള്ളവ ഉണ്ട്. നാളെ K സുരേന്ദ്രൻ നോമിനേഷൻ സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് മഞ്ചേശ്വരത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്കറിയാം, മഞ്ചേശ്വരത്ത് കഴിഞ്ഞ 2 തവണയും വളരെ ചെറിയ വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് വലത് സ്ഥാനാർത്ഥി, അതായത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ ക്രോസ് വോട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ട് അവർ വോട്ട് മറിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ UDF സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചത് എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. അത് ശരിവെക്കുന്നത് തന്നെയായിരുന്നു കണക്കുകളെല്ലാം തന്നെ. കാരണം ഇടതുപക്ഷത്തിനും സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ഒരു മഞ്ചേശ്വരം. അവരുടെ CPI പലതവണ അവരുടെ നിയമസഭാ സാമാജികരായി മഞ്ചേശ്വരത്ത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും K സുരേന്ദ്രനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ ഇവിടെ അടിത്തട്ടിലുള്ള വർക്കുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും സുരേന്ദ്രൻ ഇവിടെ NDA സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്ക് മുൻപിൽ വെച്ച നിരവധി വികസന പദ്ധതികൾ ഉണ്ട്. കൃത്യമായി തന്നെ നടപ്പാക്കാൻ അതിനുള്ള ശക്തമായ ഒരു കേന്ദ്ര ഭരണം കൂടി BJPക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മഞ്ചേശ്വരത്ത് നമ്മൾ എത്തുമ്പോൾ പല
മേഖലയിലും ഒരു കാര്യമായ വികസനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ആരോഗ്യ മേഖലയാണെങ്കിലും കോളേജുകൾ ഇവിടെ ഇല്ല. വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ വികസന പദ്ധതികളോ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. കാരണം നമുക്കറിയാം കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. എന്നിട്ടും അത്തരത്തിലുള്ള ഒരു വികസനവും ഒന്നും തന്നെ നമുക്കിവിടെ ഒരു മേഖലയിലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ കൃത്യമായ വികസനം ജനങ്ങളുടെ കൺമുൻപിൽ അവർ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മഞ്ചേശ്വരത്തെ ജനങ്ങൾക്കും ഉള്ളത്. ആ വികസനം ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലും നടപ്പാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതിനുള്ള ഒരു ജനനായകനായി അവർ ഏറ്റെടുക്കുന്നതും കാണുന്നതും കെ സുരേന്ദ്രനെ തന്നെയാണ്. കെ സുരേന്ദ്രനെ വിജയിപ്പിച്ച് അത്തരത്തിലുള്ള വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസനം ഈ മണ്ഡലത്തിലും മഞ്ചേശ്വരം മണ്ഡലത്തിലും എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും ഒരു പ്രതീക്ഷയും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 2 തവണയും അത്തരത്തിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഏറെക്കുറെ വോട്ടായി മാറുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇടത് വലത് മുന്നണികൾ ഒരുമിച്ചപ്പോൾ അത് തന്നെയാണ് മഞ്ചേശ്വരത്ത് മാറ്റത്തിന്റെ കാറ്റ് ആനടിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രനെ വരവേൽക്കുകയാണ് മഞ്ചേശ്വരത്തിന്റെ മനസ്സിൽ കെ സുരേന്ദ്രൻ, അല്ലാതെ പിന്നെ ആര്? അതാണ് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. ശിവദാസും ഒപ്പം മിഥുനുമാണ് പാലയിൽ നിന്നും വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്.